ഡിഗ്രി ഇല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോകാൻ പറ്റില്ല. എല്ലാവരും പറയുന്ന ഒരു മെയിൻ കാര്യം ഇതാണ്. ബട്ട് 2026 അയർലാൻഡ് പറയുന്നത് നിങ്ങൾക്ക് ഡിഗ്രി ഒന്നും വേണ്ട, നിങ്ങൾക്ക് സ്കില്ലുണ്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയർലാൻഡിൽ വന്ന് നിങ്ങൾക്ക് ജോലി ചെയ്യാനും അവിടെ താമസിക്കാനും പറ്റും. ഇങ്ങനെ വരുന്നവർക്ക് സാലറി ആയിട്ട് 30,000 യൂറോ വരെ, അതായത് ഇന്ത്യൻ മണിയിൽ പറയുകയാണെങ്കിൽ 32 ലക്ഷത്തോളം രൂപ വരെ നമുക്ക് ഇയർലി സാലറി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ പിന്നെ എങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ IELTS ഒന്നും വേണ്ട, ലീഗലായിട്ടുള്ള വിസയാണ്. ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് വളരെ ഈസി ആയിട്ടാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? പക്ഷെ അല്ല. ബട്ട് റൈറ്റ് വേ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിബിൾ ആണ്. അതായത് ഈ ഒരു 2026 അയർലാൻഡ് കുറച്ച് റിയൽ ജോബ്സ് തുറന്നു വിട്ടിട്ടുണ്ട്. ബിക്കോസ് അവിടുത്തെ ഒരു ലേബർ ഷോർട്ടേജ് കാരണം. അതായത് ഈ ഒരു കൺസ്ട്രക്ഷൻ, ഹോസ്പിറ്റാലിറ്റി, ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ്, ഇങ്ങനെയുള്ള സെക്ടേഴ്സിലേക്കുള്ള ജോബുകളാണ് ഇപ്പോൾ പുറത്തു വിട്ടുള്ളത്. ഈ ഒരു ക്ലീനിങ് സെക്ടേഴ്സിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അൺസ്കിൽഡ് ജോബ്സിനും സ്കിൽഡ് ജോബ്സിനും നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി വേണ്ട, IELTS വേണ്ട, നിങ്ങളുടെ സ്കിൽസും അതുപോലെ തന്നെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി, അതാണ് ഇമ്പോർട്ടൻറ്റ്. അതിന് തന്നെ ഒരു ട്രൂത്ത് പറയുകയാണ്, ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് ജോബ് കിട്ടില്ല. അതുപോലെ തന്നെ റാൻഡം ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും റിജക്ഷൻ കിട്ടും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു പ്രോസസ്സ് പ്ലസ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ജോബ് കിട്ടും. എന്തുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഈ ഒരു 2026 അയർലാൻഡിൽ എന്ത് മാറ്റാണ് ഉണ്ടായി എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ആദ്യം എന്ന് പറയുന്നത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെയാണ് അവിടെ റെക്കമെൻഡ് ചെയ്യാറ്, അല്ലെങ്കിൽ അവിടേക്ക് ജോബിനെ അവർ പ്ലേസ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് എസെൻഷ്യൽ വർക്കേഴ്സിനാണ്. എന്തുകൊണ്ടാണ്? അവിടുത്തെ ലേബർ ഷോർട്ടേജ് മൂലം. അവിടെയുള്ള ഹോട്ടൽസൊക്കെ അണ്ടർ സ്റ്റാഫ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ പല പ്രൊജക്ട്സും ഡിലേ ആയിട്ടാണ് കിടക്കുന്നത് പല കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ. സോ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു 2026 വലിയൊരു സിസ്റ്റം ചേഞ്ച് ചെയ്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ജനറൽ എംപ്ലോയ്മെന്റ് പെർമിറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗോൾഡൻ ചാൻസ് ആണ്, ഈ ഒരു ജനറൽ എംപ്ലോയ്മെന്റ് പെർമിറ്റ്. അതായത് നമുക്ക് ഡിഗ്രി വേണ്ട, അതുപോലെ തന്നെ IELTS വേണ്ട, ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് പ്ലസ് എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. ഈ ഒരു അയർലാൻഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് ദ്വീപുകൾ കൂടി ചേർന്നുള്ള രാജ്യമാണ്. അതായത് നമുക്ക് ഇവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 5 years ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് PR നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, പെർമനന്റ് റെസിഡൻസ് നമുക്ക് കിട്ടും, സിറ്റിസൺഷിപ്പ് നമുക്ക് ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇങ്ങനെ അവിടുത്തെ ലാൻഡ്സ്കേപ്സ് കൊണ്ടും അവിടുത്തെ കൾച്ചർ കൊണ്ടും അവരുടെ മ്യൂസിക്, അവിടെ ഉണ്ടാക്കുന്ന വിസ്കി, ഇതുകൊണ്ടൊക്കെ ഈ ഒരു അയർലാൻഡ് എന്ന് പറഞ്ഞ രാജ്യം വളരെ ഫേമസ് ആണ്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സാലറി, അതായത് നമുക്ക് സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് ഇയർലി 30,000 യൂറോ വരെ. ഇന്ത്യൻ മണിയിൽ നോക്കുമ്പോൾ ഏകദേശം 32 ലക്ഷത്തി സംതിങ് രൂപയാണ് വരുന്നത്. ഇത്രത്തോളം സാലറി കിട്ടുന്ന ജോബുകളാണ് നമുക്ക് ഉണ്ടായിരിക്കുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി ഇൻക്രീസ് ആവുന്നതായിരിക്കും. ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടായാൽ മതി എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സെലക്ഷൻ, നമ്മളവിടെ ജോബിനെ റിക്രൂട്ട് ചെയ്യുന്നത് ഇന്റർവ്യൂ ബേസ്ഡ് ആയിരിക്കും. ഇന്റർവ്യൂ ബേസ്ഡ് സെലക്ഷൻ ആവുന്നവർ പറയുന്നുണ്ട്. അതൊരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇനി അപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും എല്ലാവരും ഫെയിൽ ആവാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടല്ല അപ്ലൈ ചെയ്യണമെന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഇവിടെയാണ് ഫെയിൽ ആവുന്നത്. ഇങ്ങനെ നമ്മൾ റാൻഡം ആയിട്ട് കുറേ എണ്ണം അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു 100 500 അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല. റിജക്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ചാൻസ്. സോ ഇപ്പോഴും നിങ്ങൾ സ്മാർട്ടായിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ പ്രൊഫൈല് അല്ലെങ്കിൽ നമുക്ക് സെലക്ഷൻ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കുള്ളൂ. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുകയാണ്. സോ എപ്പോഴും ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു CV ഉണ്ടാക്കുക. ഇപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ഡ്രൈവർ ജോബിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. സോ നിങ്ങൾ ആ ഒരു ഡ്രൈവർ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുമ്പോൾ ആ ഒരു ജോബിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടാവണം എന്ന് നമുക്ക് കാണാൻ പറ്റും. സോ അതിൽ എന്തൊക്കെ കീവേഡ് ഉണ്ടോ അതിനനുസരിച്ച് അപ്ലൈ ചെയ്യണം. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളിപ്പോൾ കാണുന്നത് US പോർട്ടലാണ്, അതായത് യൂറോപ്പിൻ്റെ ഒരു നമ്പർ 1 ജോബ് പോർട്ടലാണ്. നിങ്ങളിപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും, കീവേഡ് അടിച്ചിട്ട് കൺട്രി കൊടുത്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാനിവിടെ ഡ്രൈവർ എന്ന് അടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കൺട്രി അയർലാൻഡ് കൊടുത്തിട്ടുണ്ട്, അപ്ലൈ കൊടുത്തിട്ടുണ്ട്, സെർച്ച് ചെയ്യുന്നുണ്ട്. സോ അവിടെ വരുന്ന ഒരുപാട് ജോബുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ടിപ്പർ ഡ്രൈവർ ആൻഡ് ആർട്ടിക് ഡ്രൈവറിൻ്റെ ഒരു ജോബ് ഓപ്പൺ ചെയ്യുക. സോ നിങ്ങളിത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോബ് ഓവർവ്യൂ എന്ന് കാണാൻ പറ്റും. ഓക്കെ, ജോബ് സെക്ടർ ഏതാണെന്നുള്ളതും വർക്ക് ഷെഡ്യൂൾ എങ്ങനെയാണെന്നുള്ളതും കോൺട്രാക്ട് ടൈപ്പ്, ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. സോ നിങ്ങൾ ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ ഈ ഒരു ജോബ് റിക്വയർമെൻറ്റ് ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ ChatGPT പോയിട്ട് പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡ്രൈവറിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം എന്നുള്ള കുറച്ച് കീവേഡ്സ് കിട്ടും. ഈ ഒരു കീവേഡ്സ് നിങ്ങളുടെ CV-യിൽ നിങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ റൈറ്റ് ആയിട്ടുള്ള കീവേഡ്സ് നിങ്ങളുടെ CV-യിലും അതുപോലെ തന്നെ നിങ്ങളുടെ കവർ ലെറ്ററിലും നിങ്ങൾ ആഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഒരു സ്മാർട്ട് അപ്ലൈൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത് അങ്ങനെ ഓരോ ജോബിനും നമ്മൾ ഓരോ CV പോലെ ഉണ്ടാക്കണ്ടേ എന്നുള്ളതാണ്. ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ്. ഒരു കസ്റ്റമൈസ്ഡ് CV എപ്പോഴും ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരു ജോബ് പോർട്ടൽസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു US പോർട്ടൽ നിങ്ങൾക്ക് നോക്കാം. യൂറോപ്പ് ജോബുകൾ ഒരുപാട് ലിസ്റ്റ് ചെയ്യുന്ന ഒരു ജോബ് പോർട്ടലാണ്. യൂറോപ്പിൻ്റെ തന്നെ ഒരു ഒഫീഷ്യൽ ജോബ് പോർട്ടലാണ്.
പിന്നെ നമുക്ക് ഈ ഒരു irish.jobs.i ഉണ്ട്, jobs.i ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ലിങ്ക്ഡൈനും അതുപോലെ തന്നെ ഇൻഡീഡ്, ഗ്ലാസ് ഡോർ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് നല്ല നല്ല ജോബ് പോർട്ടൽസ് ആണ്, ട്രസ്റ്റബിൾ ജോബ് പോർട്ടൽസ് തന്നെയാണ്. സോ ഇതുവഴിയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കീവേഡ്സ് നമുക്ക് ഇങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വിസ സ്പോൺസർഷിപ്പ്, അവൈലബിൾ ജോബ്സ് എന്നും അതുപോലെ തന്നെ ജനറൽ എംപ്ലോയ്മെന്റ് പെർമിറ്റ് അങ്ങനെയൊക്കെ നിങ്ങൾ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു CV നമ്മൾ സ്കിൽ ഫോക്കസ് ചെയ്യണം. എപ്പോഴും നിങ്ങൾ ഏത് ജോബാണോ നോക്കുന്നത് ആ സ്കിൽസ് ഒക്കെ നിങ്ങൾ ആഡ് ചെയ്യുക, എക്സ്പീരിയൻസ് ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു CV ആയിരിക്കണം. നിങ്ങൾ യൂറോപ്പിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു യൂറോപാസിന്റെ CV ഉണ്ടാക്കുക. ഈ ഒരു യൂറോപാസിന്റെ CVയും യൂറോപാസിന്റെ കവർ ലെറ്റർ എപ്പോഴും നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. എങ്ങനെയാണ് ഈ ഒരു ഫ്രീ ആയിട്ട് ഈ ഒരു യൂറോപാസിന്റെ സേവിങ് കവർ ലെറ്റർ ഒക്കെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിന്റെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ പോയാൽ കാണാൻ പറ്റും. അങ്ങനെ പോയിട്ട് നല്ലൊരു CV ഉണ്ടാക്കണം. ഓക്കെ. ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് നേരിട്ട് നമ്മൾ ജോബ് പോർട്ടൽസ് വഴി അപ്ലൈ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത് ട്രസ്റ്റഡ് എംപ്ലോയേഴ്സ് ഉണ്ട്. അതായത് ഈ ഒരു അയർലാൻഡിൽ ഈ ഒരു ഫോറിൻ വർക്കറിനെ ജോബിന് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കമ്പനികൾക്ക് ഒരു അപ്രൂവൽ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇവരാണ് ഈ ഒരു അപ്രൂവ്ഡ് കമ്പനീസ്, അല്ലെങ്കിൽ ഈ ഒരു ട്രസ്റ്റഡ് പാർട്ട്ണർ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. സോ ഇവർ വഴിയാകുമ്പോൾ നമ്മളുടെ വിസ എന്ന് പറയുന്നത് ഒന്നും കൂടി ഫാസ്റ്റർ ആയിട്ടാവും നടക്കുക, ലെസ് റിജക്ഷൻ ചാൻസ് ആയിരിക്കും. ഓക്കെ. സോ റൈറ്റ്ഫുൾ ആയിട്ടുള്ള സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ ഒരു കൺസ്ട്രക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോൺ സിസ്ക് ആൻഡ് സൺ കമ്പനി ഉണ്ട്, പിന്നെ BAM അയർലാൻഡ് ഉണ്ട്. ഹോസ്പിറ്റാലിറ്റിയിലാണെങ്കിൽ ഈ ഒരു ഡെലറ്റ ഹോട്ടൽ ഗ്രൂപ്പ്, ദ ഡോയിൽ കളക്ഷൻ, പിന്നെ ഫെസിലിറ്റീസിലൊക്കെ ആണെങ്കിൽ അരമാർക്ക്, അങ്ങനെ കുറച്ച് കമ്പനീസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. നമുക്ക് നെറ്റിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഈ ഒരു അപ്രൂവ്ഡ് കമ്പനീസ് എന്ന് കാണാൻ പറ്റും. സോ ഞാൻ ഈ ഒരു ജനറൽ എംപ്ലോയ്മെന്റ് പെർമിറ്റ് എന്താണെന്നുള്ളതിൻ്റെ ലിങ്ക് ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ അങ്ങനെയുള്ളത് കാണാൻ പറ്റും. സോ അതുവഴിയൊക്കെ പോയിട്ട് ആ കമ്പനി വഴി നമുക്ക് നേരിട്ട് പോയി അപ്ലൈ ചെയ്യാം. ആ ഒരു കമ്പനിയുടെ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ ഏതിനൊക്കെ വേക്കൻസി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഇമെയിലൊക്കെ സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മെയിൽ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സാധാരണ നമ്മൾ എപ്പോഴും ഒരു ജോബ് ഓഫർ നമ്മൾ ആദ്യം നേടിയെടുക്കണം. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിന് ആപ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയർ നമുക്ക് ജോബ് ഓഫർ തരും. സോ അതിനുശേഷം പിന്നെ വർക്ക് പെർമിറ്റിൻ്റെ കാര്യമാണ് വരിക. സോ ഈ ഒരു വർക്ക് പെർമിറ്റിൻ്റെ കാര്യമൊക്കെ ഈ ഒരു എംപ്ലോയറാണ് നോക്കുക. ഈ ഒരു വർക്ക് പെർമിറ്റ് അപ്രൂവൽ ഏകദേശം ഒരു 6 to 10 weeks ടൈം എടുക്കും. ഓക്കെ. സോ ഇതാണ് അടുത്ത സെക്ഷൻ. ഈ ഒരു പെർമിറ്റിൻ്റെ കാര്യങ്ങൾക്കുള്ള ഫീ ഒക്കെ ഈ ഒരു എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതിനുശേഷം വരുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വിസേൻ്റെ കാര്യമാവും. ഓക്കെ. ദെൻ നമുക്ക് അയർലാൻഡിലേക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് വരിക. പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഒന്നും കൂടിയും ആ ഒരു ഭാഗം കാണുക, പ്രോസസ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. സോ എപ്പോഴും നിങ്ങൾ CV റെഡിയാക്കുക, ഡെയിലി അപ്ലൈ ചെയ്യുക. ഡെയിലി ഒരു 20-30 വീതമെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് എംപ്ലോയേഴ്സിനെ ടാർഗറ്റ് ചെയ്യുക, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ കമ്പനീസ് എംപ്ലോയേഴ്സ് ഉണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ആപ്റ്റബിൾ ആയിട്ടുള്ള കമ്പനിയാണോ എല്ലാം നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. സോ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു ഡിഗ്രി ഒന്നും ഇല്ലാണ്ട് യൂറോപ്പിക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരം തന്നെയാണ്. കാരണം അയർലാൻഡ് ഈ ഒരു 2026 ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി പറയാണ്ട്, നിങ്ങൾ ആദ്യമായിട്ട് തന്നെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. സോ അതുപോലെ തന്നെ യൂറോപ്പിലുള്ള ഒരുപാട് ആളുകൾ നമ്മളെ ചാനൽ കാണാറുണ്ട്. പല ആളുകൾക്കും ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയായിരിക്കും. നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾ എന്തായാലും കമൻസിൽ അറിയിക്കുക. അങ്ങനെ ഏതെങ്കിലും എംപ്ലോയേഴ്സ് ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് അവർക്കുള്ള അഡ്വൈസ് നിങ്ങൾ എന്തായാലും കൊടുക്കുക. സോ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും അഡീഷണൽ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. മാക്സിമം ഞാൻ റിപ്ലൈ തരുന്നത് തന്നെ ആയിരിക്കും. ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷിയ and this is Wayfarer Insights, and this channel won't disappoint you, and thanks for watching.